സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. പിന്നെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു 500 വാക്കുകളിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ മാർക്ക് കുറയും. ഒന്നും ഒരു ഉപകാരവും ഇല്ല. മാർക്ക് കുറയും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ കൊണ്ട് നമ്മളുടെ സമയം പോകും അല്ലേ? കാരണം അവർ ആദ്യമായിട്ട് കാണുന്ന അതൊരു ഡീമെറിറ്റ് ആയിട്ടാണ് കാണുക. കാരണം ഇയാൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, നമുക്ക് സപ്പോസ് നമ്മൾ ഒരു IAS-കാരൻ ഒരു പേമാരി വരുന്നു. സപ്പോസ് നമ്മൾ വയനാടിൻ്റെ കോണ്ടക്സിൽ ഒരു പേമാരി വന്നു, പെട്ടെന്ന് ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങി, ഒരുപാട് ഇഷ്യൂസ് വന്നു, കമ്മ്യൂണിക്കേഷനൊക്കെ ബ്ലോക്കായി. അപ്പോൾ ഇയാൾ അവിടെ ഡിലേ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യസമയം ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട കാര്യം അരമണിക്കൂറിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്കവിടെ പോവും. അപ്പം അങ്ങനെയുള്ള പലതും ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമും കൂടിയാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു എന്താ പറയുക, സ്പേഷ്യോ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മൾ എങ്ങനെ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നുള്ളതല്ലേ. ഒരു ആൻസർ ചെയ്യുന്നത് മാത്രമല്ല അവർ നോക്കുന്നത്, പറഞ്ഞത് പ്രകാരമാണോ ചെയ്യുന്നത്. കാരണം ആസ് പെർ ഡയറക്ഷനാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിവിൽ സർവീസ് IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, ഇവരൊക്കെ ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്സ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, നടപ്പിലാക്കാനേ പറ്റുള്ളൂ. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വേറെയാണ് അല്ലേ, നമുക്കറിയാം. അവരുണ്ടാക്കിയ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട ആൾക്കാരാണ് ആര്? എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുന്ന രീതിയിലുള്ള എല്ലാ ഭാഗത്തുമുള്ള ഓവറോൾ പെർഫോമൻസ് അവർ റൈറ്റിങ്ങിലും അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റിലും ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നോട്ട്സ് തയ്യാറാക്കേണ്ടത് എന്നൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു പഠന കാലയളവിൽ കവർ ചെയ്യേണ്ട ബുക്കുകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ നിർബന്ധമായും വായിച്ചിരിക്കണം? അതുപോലെ ജേണലുകൾ, 1-2 ജേണലിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? അത് എല്ലാവരുടെയും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ്. കാരണം IAS എക്സാം അല്ലെങ്കിൽ IPS എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വേൾഡിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു മിത്ത്, നമ്മളെല്ലാവരും കേൾക്കുന്നത് സൂര്യന് താഴെയുള്ള എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൽ പാസ്സാകാൻ പറ്റൂ എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അത് വെറും മിഥ്യാധാരണയാണ്. വളരെ കുറഞ്ഞ ഒരു 10ൽ താഴെയുള്ള പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ടോപ്പിക്കുകൾ പറയാം, ഏതൊക്കെ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ. ഒന്ന്, സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് പഠിക്കണം. സയൻസ് അല്ല പഠിക്കേണ്ടത്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റുകളാണ്. ഇപ്പോൾ റോബോട്ടിക്സ് ആവട്ടെ, നാനോ ടെക്നോളജി ആവട്ടെ, സ്പേസ് DRDO അല്ലെങ്കിൽ ഡിഫൻസ് ടെക്നോളജി, നമ്മുടെ ISROൻ്റെ ഡെവലപ്മെൻറ്റ്, നാസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമുക്ക് വേണ്ട. ബയോടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ട് ബയോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക്കും പിന്നെ ലേറ്റസ്റ്റ് സയൻസ് ആൻഡ് ടെക്കും, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത്. ദെൻ എക്കണോമി, അതേപോലെ ഹിസ്റ്ററി, ദെൻ പൊളിറ്റിക്സ് അല്ല പൊളിറ്റി. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശാസ്ത്രമാണ്. പൊളിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എക്കണോമി എന്ന് കേൾക്കുമ്പോൾ പേടിക്കാൻ ഒന്നുമില്ല. എക്കണോമിക്സ് അല്ല, അത് തിയറി ഉണ്ട്, 100 തിയറീസ് ഉണ്ട്, ഒരുപാട് പിന്നെ ഫിലോസഫി ഉണ്ട്, അതൊക്കെ വരുന്നതാണ് എക്കണോമിക്സ്. ഇക്കണോമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും, ഓരോ ഇന്ത്യയുടെ മുന്നോട്ട് പോക്കുണ്ടല്ലോ, എങ്ങനെയാണ് RBI പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ബജറ്റിംഗ്, എങ്ങനെയാണ്, ഈ ഡീറ്റെയിൽസാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ ഇന്ത്യയും ലോകരാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ, ഈ ഒരു രീതിയിലുള്ള എക്കണോമി മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ ജോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്, ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും പുസ്തകങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. എക്കണോമി നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചു, നീതി ആയോഗിൻ്റെ സൈറ്റുകൾ, അതേപോലെ യോജന മാഗസിൻ, അത് ഫോളോ ചെയ്യണം. പിന്നെ രമേശ് സിംഗ് സാറിൻ്റെ ഒരു ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പുസ്തകമുണ്ട്. വളരെ എക്കണോമിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിയാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് രമേശ് സിംഗ് സാറിൻ്റെ പുസ്തകങ്ങൾ. ഇത്രയും മാത്രം മതി എക്കണോമിക്ക്. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്? ഹിസ്റ്ററിയിൽ നമുക്ക് പിന്നെ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം ഹിസ്റ്ററി ഒരു ചെറിയൊരു എന്താ പറയുക, കുറച്ചൊരു വിശാലമായ ടോപ്പിക്കാണല്ലോ.
അതിൽ ആർട്ട് ആൻഡ് കൾച്ചറും കൂടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ 4 ടോപ്പിക്കാണുള്ളത്. ആൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിനെടുക്കുന്നത്. അതിൽ ആൻഷ്യൻറ്റിൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ +1 +2 NCERTയുടെ പുസ്തകങ്ങൾ മാത്രം വായിച്ച് പഠിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. NCERTയുടെ +1 +2 പുസ്തകങ്ങൾ, ഇത് മാത്രം 3 പുസ്തകങ്ങളുണ്ട്, ഇത് വായിച്ചാൽ മതി. അതിൻ്റെ കൂടെ നിതിൻ സിംഗാനിയുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാം. ഇനി അല്ല കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം തോന്നുന്നവർ ആൻഷ്യൻ്റ് ഇന്ത്യക്ക് റോമില താപ്പറിൻ്റെ ഒരു ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മിഡീവൽ ഇന്ത്യക്ക് സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്ററി ഉണ്ട്. ദെൻ മോഡേൺ ഇന്ത്യയുടെ ബിപിൻ ചന്ദ്ര സാർ എഴുതിയിട്ടുള്ള മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഇത് വേണമെങ്കിൽ അതും ഫോളോ ചെയ്യാം. ഈ 2 രീതിയിലും അതിനും കാണാം. ഒന്നുകിൽ NCERT പുസ്തകങ്ങൾ മാത്രം വായിക്കാം, ഇല്ലെങ്കിൽ ഈ 3 പുസ്തകങ്ങൾ. സത്യത്തിൽ ഈ 3 പേരും തന്നെയാണ് ആ NCERT പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഫിലോസഫി, പഴയ NCERT കേട്ടോ. ദെൻ പൊളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്ക് എല്ലാവരും വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പുസ്തകമാണ് പറയുന്നത്. അത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ആ ഒരൊറ്റ പുസ്തകം മാത്രം ഒരു 300-350 പേജേ ഉള്ളൂ. 500 പേജ് ഉണ്ടാവുമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഈ പറഞ്ഞ ഒരു 300-400 പേജിലേ വരുന്നുള്ളൂ. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ദെൻ കംസ് ജോഗ്രഫിയിൽ ഇതേപോലെ ഒരു ഹൈസ്കൂള് +2. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. അതാണ് +2 വരെയുള്ള ഹ്യൂമാനിറ്റീസും പിന്നെ 10ാം ക്ലാസ് വരെയുള്ള സയൻസും മാത്സുമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ ബേസിക് പഠന മെറ്റീരിയൽസ്. അന്ന് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളതൊക്കെ വീണ്ടും പഠിക്കേണ്ടി വരുന്നത്. അന്ന് നമ്മൾ പഠിച്ചത് പിന്നെ നമ്മൾ വേറെ വിഷയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മറന്നു പോകുന്നതും കൂടി ഉണ്ടാവും അല്ലേ. നമ്മൾ വേറെ ഒരു വിഷയം മെയിൻ എടുത്തൊക്കെ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബേസിക്കുകളൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ ആ ബേസിക്സ് ഒക്കെ നമ്മൾ മറന്നു പോവാതെ കൊണ്ടുപോകണം. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള അഡ്വാൻറ്റേജ്. ആണ് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ PG കഴിയുമ്പോഴാണ് നമ്മൾ ഈ എക്സാമിനെ കുറിച്ച് തന്നെ അറിയുന്നത്. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ 6ാം ക്ലാസ് മുതൽ പിന്നെ ഇതിനെക്കുറിച്ച് അറിയാം, അതിനെക്കുറിച്ചൊരു വ്യൂ ഉണ്ട്. അവർക്ക് ഒരു ഡെയിലി ഒരു 1 hour എങ്കിലും അതിന് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ സ്കൂളിലും അത് ഭയങ്കരമായിട്ട് ശോഭിക്കും. പിന്നീട് ഈ എക്സാമിലേക്ക് വരുമ്പോൾ ഒരു അൾട്രാ സ്റ്റെപ്പ് അവർ മുന്നിലായിരിക്കും. കോച്ചിങ് സെന്ററുകൾ പോലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഇപ്പോൾ പലയിടങ്ങളിലും 5ാം ക്ലാസ് മുതലൊക്കെ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട്. നമ്മളപ്പോൾ ജോഗ്രഫി പറഞ്ഞു അല്ലേ. ജോഗ്രഫീൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ, ജോഗ്രഫിയിൽ NCERTൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ കൂടെ 2 പുസ്തകങ്ങളും കൂടെ വേണം. ഒന്ന് നല്ലൊരു അറ്റ്ലസ്, ഏതാണെങ്കിലും കുഴപ്പമില്ല, ഓക്സ്ഫോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ TTKൻ്റെ ആവട്ടെ, നല്ലൊരു അറ്റ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ കീപ്പ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിനും അത് യൂസ്ഫുൾ ആയിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഗോചെങ് ലിയോങ് എന്ന് പറയുന്ന ഒരാളുടെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് അവൈലബിൾ ആണ്, ഈസി ആയിട്ട് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഗോചെങ് ലിയോങ്. ഇയാളുടെ പുസ്തകം കൂടി ഉണ്ടെങ്കിൽ ജോഗ്രഫിക്ക് ഇത്രയും മതി, ഇത്രേ ആവശ്യമുള്ളൂ. ദെൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിലിംസ് എക്സാം 2 പേരുടെ എക്സാമാണ്. ഒന്ന് നമ്മുടെ സിവിൽ സർവീസ് വരുന്ന 24 മേഖലകളുണ്ട് സിവിൽ സർവീസ്, IAS, IPS, IRS, IFS, ഇന്ത്യൻ പോസ്റ്റൽ, കോസ്റ്റൽ, അങ്ങനെ ഒരുപാട് 24ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടാതെ പ്രിലിമിനറി എക്സാമിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അതും ഒരു ഓൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമും UPSCയുടെ പ്രിലിമിനറി എക്സാമും ഒറ്റ കോംബോ ആയിട്ടാണ് UPSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിൻ്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രിലിംസിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല പുസ്തകമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ശങ്കർ IASൻ്റെ പുസ്തകം. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കീപ്പ് ചെയ്യണം. ഇത്രയും പുസ്തകങ്ങൾ മതി. എക്കണോമിയായി ഹിസ്റ്ററി, NCERT, പൊളിറ്റി, ജോഗ്രഫി, എൻവയോൺമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെൻ്റലി ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത്രേ ആവശ്യമുള്ളൂ പുസ്തകങ്ങൾ നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇപ്പം സാറ് പറഞ്ഞല്ലോ 24 വിഭാഗങ്ങളിലായിട്ട് ഈ സിവിൽ സർവീസ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഈ 24 മേഖലകളിലേക്ക് നമുക്ക് പഠിച്ച് റാങ്കിങ്ങിനനുസരിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്ന ചോയ്സുകൾ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ IAS, IPS അല്ലെങ്കിൽ IFS ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയാമോ? എനിക്ക്
ഇപ്പോ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി IPS ആണ് IAS ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഞാൻ ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് IAS ആവാൻ വേണ്ടി കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24ഓളം സർവീസ്, 24ഓളം എന്നാ പറയാം, ചില വർഷങ്ങളിൽ അത് 23 ആവും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. 24ഓളം സർവീസിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രിഫറൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന IASഉം IPSഉം ആണെങ്കിലും IFS പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിൽ അംബാസഡേഴ്സായിട്ടും കോൺസുലേറ്റായിട്ടും ഡിപ്ലോമാറ്റുകളായിട്ടും ഒക്കെ പോകാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇത്തവണ കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ശ്രീജ എന്ന് പറയുന്ന ആ കുട്ടി IFS ആണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞിരുന്നു. IFS ആയിരുന്നു, ഞാൻ ഉദ്ദേശിച്ചിരുന്ന IFS ആയിരുന്നു. അപ്പോൾ ഒരുപാട് മുതിർന്ന IAS കിട്ടിക്കഴിഞ്ഞ ആളുകൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സെലക്ഷനാണ് ശ്രീജ നടത്തിയിരുന്നത്, IFS എന്ന് പറയുന്നത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് IASനും IPSനും അതിൽ വരുന്ന ഓഫീസേഴ്സിന് അതിൻ്റെതായ റിസ്കുകളുണ്ട്. ഒരുപാട് റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും കൂടുതൽ ആവശ്യമുള്ള, സർവീസൊക്കെ കൂടുതൽ ആവശ്യമുള്ളൊരു മേഖലയാണ്. നേരെ മറിച്ച് IFSലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അതൊരു എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സർവീസായിട്ട്. കാരണം വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മളെ ശമ്പളം പോലും അവിടുത്തെ ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് ശമ്പളം പോലും നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് ഒരു IPS ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ IPS കിട്ടും? ഇപ്പം നമ്മൾ മെയിൻസ് എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മളെ പ്രിഫറൻസ്? നമ്മളെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് IAS ആണെങ്കിൽ IAS എന്ന് എഴുതുക, രണ്ടാമത്തെ ചോയ്സ് IPS ആണെങ്കിൽ IPS എഴുതുക, മൂന്നാമത്തെ IRS ആണെങ്കിൽ IRS, അങ്ങനെ നാലാമത്തത് IFS. ഈ രീതിയിൽ നമ്മൾ ചോയ്സ് കൊടുക്കുമല്ലോ. അതനുസരിച്ച് നമുക്ക് ചോയ്സ് കൊടുത്താൽ മാത്രം പോരല്ലോ. ഏകദേശം 1000 ആൾക്കാരാണ് ഓരോ വർഷവും ആവറേജ് കേട്ടോ. ചിലപ്പോൾ 1100 ആവാറുണ്ട്, ചിലപ്പോൾ 900 ആവാറുണ്ട്. ഒരു ആവറേജ് 1000 ആയിട്ട് എടുക്കാം. ഈ 1000-ൽ ഒരു 100-നകത്ത് മാത്രമേ IASകാർ ആവശ്യമുള്ളൂ. ഒരു വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള IASകാർ 100 പേരാണ്. അപ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന ആൾക്കാർക്കല്ലേ അത് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി ആ 100 പേരിൽ 50 പേര് ഞങ്ങൾക്ക് IAS വേണ്ട, IPS മതി എന്ന് പറയുകയാണെങ്കിൽ 50 പേർക്ക് അവിടെ സ്പേസ് കൂടി. അപ്പോൾ 150 റാങ്കുള്ള ആൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, IAS കിട്ടാം. അതേപോലെ തന്നെ IPSഉം IFSഉം ഒക്കെ ആ രീതിയിൽ ചോയ്സും നമ്മുടെ റാങ്കും എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് കിട്ടും. പിന്നെ ഉയർന്ന രീതിയിലുള്ള റാങ്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം കേഡർ സെലക്ട് ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 100 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വന്നെങ്കിലേ അത് പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് കേഡറുകളും ലഭിക്കുന്നതാണല്ലേ, നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയില്ല. ആദ്യത്തെ ഇനീഷ്യൽ കേഡറൊക്കെ നമുക്ക് കിട്ടും, നമ്മളെ ചോയ്സ് അനുസരിച്ച് കിട്ടും. ശ്രോതാക്കൾ കേട്ടത് UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി.